ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീനച്ചാറാണ്. ചൂര എന്നൊക്കെ പറഞ്ഞ മീനാണ്. ഗൾഫ് കൊടുത്തയക്കാനുള്ള ഒരു ഓർഡർ വന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് മീനച്ചാർ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു രൂപമാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതേപോലത്തെ വലിയ ചൂര മീനാണ്. നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മുള്ളൊക്കെ ഒഴിവാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് 3 കിലോ മീൻ ഉണ്ടായിരുന്നു. എല്ലാം കഴുകി വൃത്തിയാക്കി വന്നപ്പോൾ 1.5 കിലോ മീനുണ്ട്. ഇതൊന്ന് മുളക് പൊടിയും ഒക്കെ ഒന്ന് കായം തേച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്ത് ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. പക്ഷെ അത് കുഴക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് എണ്ണയാണ്. എണ്ണയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി വെള്ളമൊന്നും ഉപയോഗിക്കണ്ട, അച്ചാറാണ്. നമ്മൾ ഒരിക്കലും വെള്ളമൊന്നും ഉപയോഗിക്കണില്ല, വേറെ ഒന്നും ചേർക്കണില്ല. പൊടികൾ ഐറ്റംസ് ഇത് മാത്രമേ ഉള്ളൂ. വെറും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ട് കുറച്ച് എണ്ണയിൽ അതൊന്ന് ചാലിച്ചെടുക്കുക. എന്നതിന് ശേഷം ആ മീൻ കുറേശ്ശെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കായം തേച്ചിട്ട് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഉടയാതെ മെല്ലെ മെല്ലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ മുഴുവൻ മീൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൂണോട് ഇളക്കിയിട്ട് ഒരു ഇത് വരുന്നില്ല. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് മെല്ലെ കുഴച്ചെടുക്കുകയാണ്. മുള്ളൊന്നുമില്ല. അഥവാ മുള്ളുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുഴക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ എടുത്തുകൊണ്ട് ഒഴിവാക്കിയാൽ മതി. അധികം കളറും കായൊന്നുമില്ല. അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ്. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് വെള്ളം വറ്റി നല്ല ഡ്രൈ ആകുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കുക. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എണ്ണ നല്ല ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക. ഇത് നമ്മൾ നേരത്തെ കായം തേച്ച് വെച്ച മീൻ ഇതിൽക്കിട്ടൊന്ന് പൊരിച്ചെടുക്കുക. മീനച്ചാർ ഉണ്ടാക്കാൻ സിമ്പിളാണ്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മീനച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വേവിക്കുന്നത് ചെറിയ തീയിലായിരിക്കണം. അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പോഴാണ് അതിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി വരുള്ളൂ. കരിയാതെ പൊരിച്ചെടുക്കുക. കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇതേപോലെ ഈ മുഴുവൻ മീനും ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വേണം ആക്കിയെടുക്കാൻ. ഒട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. മീൻ പ്രത്യേകിച്ച് ഇങ്ങനത്തെയൊക്കെ മീൻ, ചിക്കന്, ബീഫൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും വെള്ളത്തിൻ്റെ ഒരു അംശം അതിലുണ്ടാവരുത്. പിന്നെ ഇതാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. വെളുത്തുള്ളി അധികവും ഇഞ്ചി കുറച്ച് കൊടുക്കുക. ഇതാണ് അച്ചാറിൻ്റെ ഒരു ഒന്നാമത്തെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ മീനൊക്കെ ഇവിടെ അന്നേരം കൊണ്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. 3 കിലോ മീൻ മേടിച്ചിട്ട് നമുക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. ഇതിന് ശേഷം ഇതിന് അച്ചാർപ്പൊടി ഉണ്ടാക്കണം. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 4 ടീസ്പൂണ് കടുകും ഇട്ട് കൊടുക്കുക. മീനച്ചാറായതുകൊണ്ട് തന്നെ ഉലുവ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്.
അല്ലാന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണ് ഉലുവയ്ക്ക് നമ്മൾ 4 ടീസ്പൂണ് കടുകിടലുണ്ട്. അപ്പോൾ അത് വേണ്ട. 3 ടീസ്പൂണ് ഉലുവയും 4 ടീസ്പൂണ് കടുകുമാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ പെരിഞ്ജീരകം, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, അതേപോലെ തന്നെ അതിൻ്റെ പകുതി നല്ല ജീരകം ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഓവറായി കരിഞ്ഞെടുക്കണ്ട, ഒന്നിട്ട് ചെറുതായിട്ട് ഇങ്ങോട്ട് പൊട്ടിപ്പൊരിയുമ്പോൾ മാറ്റി വെക്കുക. നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണ് കടുകും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എപ്പോഴും ചെറിയ തീയിലായിരിക്കണം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോഴൊക്കെ. അച്ചാർ നല്ല ഒരുവിധം പാകം ചെയ്യുമ്പോഴൊക്കെ ചെറിയ തീയിലായിരിക്കണം. എന്നതിന് ശേഷം കടുക് ഉലുവയും പൊട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ആദ്യക്ക് ഇഞ്ചി മാത്രമാണ് ഇവിടെ അരച്ചെടുക്കുന്നത്. കാരണം ഈ ഇഞ്ചി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയാണ് നമ്മൾ അച്ചാറിനെ കേട് വരുത്തുന്നതും ടേസ്റ്റ് കൂട്ടുന്നതും ഇഞ്ചിയാണ്. ഇഞ്ചി ഇല്ലാതെ നമുക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരില്ല. അതിനാദ്യം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളം കൂട്ടി അരച്ചതല്ല, സുർക്ക കൂട്ടി അരച്ചതാണ്. എല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കൂട്ടി അരക്കുകയും ചെയ്യാം. പിന്നെ മീൻ പൊരിച്ച എണ്ണയിൽ കടുക് തൂമിക്കും. കടുക് ഉലുവൊക്കെ ഇടും എല്ലാവരും. അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം എണ്ണ പെട്ടെന്ന് അങ്ങോട്ട് കരിയും ചെയ്യും. അതിന് ആ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. എണ്ണ ഇതിൽ ഒഴിക്കുന്നുണ്ട്, അത് എപ്പോഴാണെന്നുള്ളത് കാണിച്ചു തരാം. ഇഞ്ചി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ഒരുവിധം മൂപ്പായി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ വെളുത്തുള്ളിയാണ് ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ടും ഒപ്പിടാത്ത കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇഞ്ചി പെട്ടെന്ന് അച്ചാർ ഉപ്പിൽ വരുന്ന ഒരു സാധനമാണ്. ഈ നല്ലതുപോലെ ഈ എണ്ണയിൽ ഒന്നും കൂടെ ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി മൂപ്പിച്ചെടുക്കുക. ഇപ്പോഴാണ് ഞാൻ ഈ മീൻ പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അത് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരു പൊടി ഇതൊന്നും പാടില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇങ്ങനെ ഇടുമ്പോൾ മീനിൻ്റെ ടേസ്റ്റും എണ്ണയിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ അച്ചാർ കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊക്കെ ചെറിയ തീയിലാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ മുളക് പൊടി, എരില്ലാത്ത മുളക് പൊടിയാണ് 2 ടീസ്പൂണ് എരിയുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. മിക്സാക്കി വെച്ചതാണ് കാശ്മീരി റെഡ് ചില്ലിയും അതേപോലെ തന്നെ നല്ല എരിയുള്ള മുളക് പൊടിയും. ഈ എണ്ണയിൽ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയ തീയിൽ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നേരത്തെ ഉലുവ കടുക് ജീരകം ഒക്കെ വറുത്തില്ലേ, അത് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മുടെ പെരുങ്കായം ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് കേട്ടോ, ഉപ്പിടാൻ മറന്നിരുന്ന് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് ഈ പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. എലിജിൻ്റെ പെരുങ്കായപ്പൊടിയാണ്. മീനാകൊണ്ട് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണിൻ്റെ അടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിനാഗിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ സുർക്കയും. നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അച്ചാർ. പിന്നെ മീനൊക്കെ പൊരിച്ചിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് പുളിക്ക് വേണ്ട സുർക്ക ഒഴിച്ച് കൊടുക്കുക. ഇത് പഞ്ചസാരയാണ്. നമ്മുടെ ഈ അച്ചാറിൻ്റെ എരിവും അതേപോലെ തന്നെ ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും, അതേപോലെ തന്നെ പഞ്ചസാര ഒരു പ്രിസർവേറ്റീവ്സാണ്. അച്ചാറൊക്കെ കേട് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഫ്രൈ ആക്കിയ മീനുണ്ടല്ലോ, അത് ഈ നേരത്തെ തന്നെ തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പും
പുളിയൊക്കെ പാകമുണ്ടോ നോക്കിയതിന് ശേഷം മീനിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിളായിട്ടുള്ള അച്ചാർ റെഡിയാണ്. ഒരിക്കലെങ്കിലും മീൻ അച്ചാർ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് ഗൾഫിൽ കൊടുത്തയക്കാനുള്ള അച്ചാറാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വഴി വന്നൊരു ഓർഡറാണ്. ഓക്കെ, താങ്ക് യു.